ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജനുവരി 2020 ചില കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ചില എക്സാമുകൾ എസ്പെഷ്യലി SSC അതുപോലെ തന്നെ റെയിൽവേ ഒക്കെ ചിലപ്പം 4 കൊല്ലം കൂടുമ്പോഴൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർ ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ 3-4 കൊല്ലം മുമ്പ് ഉള്ളത്. അപ്പോൾ നമ്മളിന്നിപ്പോൾ നോക്കാൻ പോകുന്നത് 2020 ജനുവരിയിലെ ചില കറണ്ട് അഫയേഴ്സാണ്. ഇതേപോലെ നമ്മൾ ജനുവരി, ഫെബ്രുവരി അങ്ങനെ നമ്മൾ ഡിസംബർ വരെയുള്ള 2020, 2021 അങ്ങനെ ഓരോ കൊല്ലത്തെയും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. നമ്മളെല്ലാം കവർ ചെയ്യില്ല, പ്രധാനപ്പെട്ട ചില കറണ്ട് അഫയേഴ്സ് മാത്രമേ നമ്മൾ കവർ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യം നമുക്കറിയാം, ഇന്ത്യയിൽ, അതായത് ലോകത്തെ ആദ്യത്തെ ഹോക്കി പ്ലെയർ ടു ഗെറ്റ് എ വേൾഡ് അത്ലറ്റ് ഓഫ് ദ ഇയർ അവാർഡ് നേടുന്ന ആദ്യത്തെ ഹോക്കി കളിക്കാരിയാണ് റാണി റാംപാൽ എന്നുള്ളത്. അത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലാണ് നോക്കുക. അതുപോലെ തന്നെ ഓപ്പറേഷൻ വനില എന്നൊരു ഓപ്പറേഷൻ ഇന്ത്യൻ നേവി നടത്തിയിരുന്നു. അത് ഡിസാസ്റ്റർ റിലീഫ് ടു മഡഗാസ്കർ. അത് മഡഗാസ്കറിൽ വന്ന ചില ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രക്ഷാ ദൗത്യമാണ് ഈ വനില എന്ന് പറഞ്ഞത്. പിന്നെ അടുത്താണ് സൈന നെഹ്വാൾ BJP പാർട്ടിയിൽ അംഗമായതായിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു CA നിയമം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പാസ്സാക്കിയിരുന്നു. അതിനെതിരായിട്ട് ഒരു വോട്ടെടുപ്പ് നടത്തിയതാണ് യൂറോപ്യൻ പാർലമെൻറ്റ്. അടുത്താണ് പോർട്ടൽ, അതായത് നമ്മുടെ ഹൈവേ കൺസ്ട്രക്ഷൻ്റെ വർക്കൊക്കെ സ്പീഡാക്കാൻ വേണ്ടിയിട്ട് യൂണിയൻ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് പോർട്ടലാണ് ഗതി എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് ഗ്ലോബൽ പൊട്ടറ്റോ കോൺക്ലേവ് 2020 നടത്തിയ എവിടെയെന്ന് ചോദിച്ചാൽ ഗാന്ധിനഗറിലാണ് നോക്കുക. G ആണ് ഗ്ലോബലിൻ്റെ തുടക്കം, അപ്പോൾ G തന്നെ ആയിരിക്കും അതിൻ്റെ സ്ഥലം എന്ന് ആലോചിക്കാം. അടുത്താണ് റിപ്പബ്ലിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് 2020 നടന്ന 71ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ്. അതിലത്തെ ബെസ്റ്റ് ടാബ്ലറ്റ് നേടിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആസാമാണെന്ന് നോക്കാം. അതിലത്തെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു നോക്കിയാൽ ബ്രസീലിയൻ പ്രസിഡന്റ് ആയിരുന്നു നോക്കാം. പിന്നെ അടുത്താണ് മാൻ വേഴ്സസ് വൈൽഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്, എപ്പിസോഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബിയർ ഗ്രിൽസ് നടത്തുന്നവരാണ്. അതിൽ 2019 ഒരു എപ്പിസോഡിൽ പങ്കെടുത്ത വ്യക്തിയാണ് നമ്മുടെ നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. അതുപോലെ തന്നെ 2020 വന്നതാണ് രജനീകാന്ത്. അതുപോലെ തന്നെ 2020 പത്മശ്രീ നേടിയ നടിയാണ് കങ്കണ റണൌട്ട്. അടുത്താണ് ആന്ധ്രാപ്രദേശ്. നമുക്ക് അറിയാം, ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒരു 6 സംസ്ഥാനത്തോളം ഉണ്ട്. അതിൽ ഒന്നാണ് ആന്ധ്രാപ്രദേശ്. അവർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടൊരു ബില്ല് അവർ പാസ്സാക്കി, റെസൊല്യൂഷൻ അവർ പാസ്സാക്കി. മാത്രമല്ല അവർക്ക്, നമുക്ക് എല്ലാവർക്കും ഇന്ത്യൻ സംസ്ഥാനത്തിലെ ഒരേ ഒരു സംസ്ഥാനമാണ് 3 ക്യാപിറ്റലുള്ള സംസ്ഥാനം. അപ്പോൾ അവരൊരു 3 വേണമെന്ന് പറഞ്ഞൊരു ഡ്രാഫ്റ്റ് ബില്ലും അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ജുഡീഷ്യറി എന്ന് അപ്പോൾ 3 തലസ്ഥാനം നമ്മൾ പറയില്ല, ഒന്ന് കർണൂലായിരിക്കും, അത് ജുഡീഷ്യറി ആയിരിക്കും അതിൻ്റെ തലസ്ഥാനമായിട്ട് വരുന്നത്. പിന്നെ അമരാവതി ഏതിൻ്റെയാണെന്ന് ചോദിച്ചാൽ ലെജിസ്ലേറ്റീവിൻ്റെ ആണെന്ന് നോക്കുക. പിന്നെ അടുത്താണ് വിശാഖപട്ടണം ഏതിൻ്റെയാണെന്ന് ചോദിച്ചാൽ എക്സിക്യൂട്ടീവിൻ്റെ ആണെന്നും കൂടി നോക്കുക. അടുത്താണ് സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ അവാർഡ് ആർക്കാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്കാന്ന് നോക്കാം. അതുപോലെ തന്നെ K4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് മേടിച്ചാണ്. അത് 3500 കിലോമീറ്റർ അതിൻ്റെ പരിധി. അതുപോലെ തന്നെ വൺ നേഷൻ വൺ റേഷൻ കാർഡ് എന്ന് പറഞ്ഞൊരു പദ്ധതി ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നത് വേറൊന്നുമില്ല, നമുക്ക് ഏത് സംസ്ഥാനത്തും, അതായത് ഏത് റേഷൻ കടയിലും പോയി നമുക്ക് സാധനം മേടിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് ജൂൺ 1, 2020 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. അടുത്താണ് സുഖോയ് 30 എന്ന് പറഞ്ഞിട്ടൊരു യുദ്ധവിമാനം. അതിൽ നമ്മുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ഘടിപ്പിച്ച ആദ്യ എയർക്രാഫ്റ്റും കൂടിയാണ്. അതുപോലെ തന്നെ 11ാമത്തെ BJP പ്രസിഡന്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, JP നഡ്ഡ. അടുത്തതുപോലെ തന്നെ GSAT 30 എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ്റെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത് എവിടെന്നാന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് ഗയാന നോക്കുക. അടുത്താണ് പോളി ഉംറിക്കർ അവാർഡ് 2020 ജസ്പ്രീത് ബുംറയാണ്. അതുപോലെ തന്നെ ICC അവാർഡ് 2019 സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡ് നേടിയത് വിരാട് കോഹ്ലിയാണ് നോക്കുക. അതുപോലെ തന്നെ 2020 ഒരു ട്രൈബൽ അഭയാർത്ഥികളെ ത്രിപുരയിൽ താമസിക്കാൻ അനുവാദം കൊടുത്തിരുന്നു. അത് ഏത് വിഭാഗം ചോദിച്ചാൽ ബ്രൂ റെനെ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിനാണ്.
മാത്രമല്ല 2020 എല്ലാവർക്കും അറിയാം ഒരു CA നിയമം സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുപോയതിലും ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഇഷ്യൂ നടന്നിരുന്നു. അതിൽ കേരള ഗവൺമെൻറ് ഈ CAക്കെതിരെ ഏത് ആർട്ടിക്കിൾ ഇൻവോക്ക് പ്രകാരമാണ് അവർ കോടതിയിലേക്ക് ചെന്നതെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 131. പിന്നെ അടുത്താണ് കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ പുതിയ പേരാണ് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ട്രസ്റ്റ്. അടുത്തപോലെ അമ്മ ബോഡി എന്ന് പറഞ്ഞിട്ടുള്ള സ്കീം കൊണ്ടുവന്നു. അത് ആന്ധ്രയാണ്. ആദ്യത്തെ BPL അമ്മമാർക്ക് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഈ അമ്മ ബോഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീം കൊണ്ടത്. അടുത്താണ് മിലാൻ 2020 എന്ന് പറഞ്ഞിട്ട് എക്സസൈസ് നടന്നിട്ടുണ്ട്. വിശാഖപട്ടണം എന്ന് നോക്കാം. ഷഹീദ് അസഫുള്ള ഖാൻ സൂൾജിക്കൽ ഗാർഡൻ എവിടെയെന്ന് ചോദിച്ചാൽ UP ആണെന്ന് നോക്കാം. അടുത്താണ് മാണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീമുണ്ട്. സ്കീമല്ല, ഒരു മൊബൈൽ ആപ്പ്. അത് RBI ആണ് കൊണ്ടുവന്നത്. അത് വിഷ്വലി ഇമ്പയർഡ് ചലഞ്ചായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. വേറെ ഒന്നുമല്ല, അവർക്ക് നോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ തൊട്ട് നോക്കിയിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. എൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ, MANI, മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ. അതുപോലെ തന്നെ 107ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എവിടെ നടത്തിയതെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂർ. അതുപോലെ തന്നെ CDSൻ്റെ റിട്ടയർമെൻറ്റ് ഏജ് എത്രയെന്ന് ചോദിച്ചാൽ 65 വയസ്സാണെന്ന് നോക്കാം. അടുത്താണ് ഡിഫോൾട്ട് AC സെറ്റിങ്സ്. അതായത് യൂണിയൻ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഒരു ACൻ്റെ ഡിഫോൾട്ട് സെറ്റിംഗ് എത്രയാണെന്ന് ചോദിച്ചാൽ 24 ഡിഗ്രി. അതുപോലെ തന്നെ ഒരു ഹെലികോപ്റ്റർ ക്രാഷിൽ ഒരു NBA പ്ലെയർ മരിച്ചിരുന്നു. മൂപ്പരുടെ പേരാണ് കോബ്രൈറ്റ്. അതുപോലെ തന്നെ ഇന്ത്യയിലത്തെ ആദ്യത്തെ സ്പേസ് ഫ്ലൈറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ ചലാക്കർ, കർണാടകയിലാണ് നോക്കുക. പിന്നെ ഇന്ത്യയിലത്തെ ആദ്യത്തെ ടർട്ടിൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ എവിടെയെന്ന് ചോദിച്ചാൽ ഭാഗൽപൂർ, ബീഹാറിലാണ് നോക്കാം. അതുപോലെ തന്നെ ഇന്ത്യ ഈ ഓസോൺ ഡിപ്ലീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കെമിക്കലിൻ്റെ ഉപയോഗം കുറച്ചിട്ടുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചാൽ HCFC 141b, HCFC 141b. അതുപോലെ തന്നെ 50ാമത്തെ വേൾഡ് എക്കണോമിക് ഫോറം എവിടെ നടത്തിയെന്ന് ചോദിച്ചാൽ ദാവോസിലാണ് നോക്കാം. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ എക്സിറ്റ് ചെയ്തിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ ജനുവരി 31, 2020 നോക്കാം. 2020 അപ്പോൾ പ്രധാനപ്പെട്ടാണ് ബ്രെക്സിറ്റ്. അടുത്താണ് കോമൺവെൽത്ത് ഗെയിംസ് 2020 നടന്നത് 22-ലാട്ടോ, ബർമിംഗ്ഹാം നോക്കാം. 2020 WHO എന്ത് ഇയറായിട്ട് ആചരിച്ചെന്ന് ചോദിച്ചാൽ നഴ്സസ് ആൻഡ് മിഡ്വൈഫ്. അതുപോലെ തന്നെ ബഞ്ചറ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിരുന്നു. NPCA ആണ്. അതൊന്നുമല്ല, ഫാസ്റ്റ് ആൻഡ് സെക്യൂർ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നോക്കാം. അതുപോലെ തന്നെ ഒരു ഇൻ്റഗ്രേറ്റഡ് ഹെൽപ്പ് ലൈൻ നമ്പർ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് 139. അതുപോലെ തന്നെ വേൾഡ് ക്ലാസ് സ്റ്റീൽ ഹബ്ബ് ഇവിടെ മിനിസ്ട്രി ഓഫ് സ്റ്റീലാണ് സെറ്റപ്പ് ചെയ്ത് പൂർവ്വതയിലാണ് നോക്കാം. അടുത്താണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. നമുക്കറിയാം സർദാർ പട്ടേലിൻ്റെയാണ്. 183 മീറ്ററാണ് ഉയരം. 2018 സ്ഥാപിച്ചത് നോക്കാം. അതുപോലെ തന്നെ വേൾഡ്സ് ലാർജസ്റ്റ് മെഡിറ്റേഷൻ സെൻറ്റർ എവിടെയെന്ന് ചോദിച്ചാൽ ഹൈദരാബാദിലാണ് നോക്കാം. അതുപോലെ ഇന്ത്യയിലത്തെ ആദ്യത്തെ മഹാത്മാഗാന്ധി, ഇന്ത്യയിലെ ആദ്യത്തെ അല്ല, ഇന്ത്യസ് ഫസ്റ്റ് മഹാത്മാഗാന്ധി കൺവെൻഷൻ സെൻറ്റർ ഏത് രാജ്യത്താണ് സെറ്റപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ നൈഗറിലാണ് നോക്കാം. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് ഫെസിലിറ്റി എവിടെയെന്ന് ചോദിച്ചാൽ കേരളത്തിലാണ് നോക്കാം. അപ്പോൾ ഇന്ത്യ സ്ഥാപിച്ച മഹാത്മാഗാന്ധി സെൻറ്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്താണ്, നൈഗറിലാണ്. സൂപ്പർ ഫാബ് ലാബ് ഫെസിലിറ്റി എവിടെയെന്ന് ചോദിച്ചാൽ കേരളത്തിലാണ് നോക്കാം. അടുത്താണ് ആസാം റൈഫിൾസ് ഒരു വാർ മെമ്മോറിയൽ സ്ഥാപിച്ചിരുന്നു. അതിൻ്റെ പേരാണ് വീർസമിതി, നാഗാലാൻഡിലാണ്. ഒന്നും കൂടി നോക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നോവേഷൻ ഫെസ്റ്റിവൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശാണ് നോക്കാം. ഫസ്റ്റ് വേസ്റ്റ് ക്ലിനിക്ക് എവിടെയെന്ന് ചോദിച്ചാൽ ഭോപ്പാൽ ആണെന്ന് നോക്കാം. ഏറ്റവും വൃത്തി കൂടിയ സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയില്ല സൂറത്ത്. അപ്പോൾ സൂറത്തല്ല, ഇൻഡോർ എന്നാണല്ലോ നമ്മൾ പറയാം, ഇൻഡോർ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഭോപ്പാൽ. അപ്പോൾ നോക്കുക വേസ്റ്റ് ക്ലിനിക്ക്. അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഷോർട്ട് ലിസ്റ്റ് മൈഗ്രൻസ് ഫോർ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ആരൊക്കെയാണ് കുടിയേറ്റക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയ സംസ്ഥാനം UP. അടുത്താണ് കുറച്ച് ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ടാണ്. ഒന്ന് സോ കട്ട് ബൈ ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ ചർച്ചുക്ക് ഫെസ്റ്റിവൽ മിസോറാമിലത്തെയാണെന്ന് നോക്കാം. അതുപോലെ നഗോള ജത്ര ഫെസ്റ്റിവൽ തെലങ്കാനയാണ് നോക്കാം. ബിഹു നമുക്കറിയാം ആസാമാണ്. ലാൽ ഹറാവ ഫെസ്റ്റിവൽ അഗർത്തല, അതായത് ത്രിപുര. പിന്നെ ബക്സ ഫെസ്റ്റിവൽ അത് ബേർഡ് ഫെസ്റ്റിവലാണ്,
വെസ്റ്റ് ബംഗാൾ നോക്കാം. അതുപോലെ സുചീന്ദ്രം താനുമലയൻ ടെമ്പിൾ ചാരിറ്റി ഫെസ്റ്റിവൽ, അത് തമിഴ്നാടാണ്. അതുപോലെ ഇന്ത്യത്തെ ആദ്യത്തെ സൈബർ ക്രൈം പ്രിവെൻഷൻ യൂണിറ്റിൻ്റെ പേര് ആശ്വസ്ത്. അതുപോലെ തന്നെ 2020 ഇയർ ഓഫ് മൊബിലിറ്റി ആയിട്ട് ആചരിച്ച ഏത് സേനയെന്ന് ചോദിച്ചാൽ CISF ആണ് നോക്കാം. 2020 നേഴ്സസ് ആൻഡ് മിഡ് വൈഫ് ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് WHO ആണെന്നും കൂടി നോക്കാം. അതുപോലെ തന്നെ കുറച്ച് മരണമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. മൻമോഹൻ സിംഗ് മരിച്ചിരുന്നു, അത് ക്രിക്കറ്ററാണ്. അതുപോലെ തന്നെ മാത്യു സത്യ ബാസ്കറ്റ് ബോളിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഇന്ത്യൻ്റെ. അജ്മൽ സുൽത്താൻ വീടി, അത് ഉറുദു പോയിട്ടാണ് കൂടി നോക്കാം. അതാണ് സനന്ദ പട്നായിക്ക് ക്ലാസിക്കൽ സിംഗറാണ് കൂടി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ജനുവരി 2020 ജനുവരി കറണ്ട് അഫയേഴ്സാണ്. അതുപോലെ നമ്മൾ ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ 12 മാസം, പിന്നെ 2021, 22, പിന്നെ 23, അങ്ങനെ നമ്മൾ ഓരോ കൊല്ലത്തെയും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നമ്മൾ കവർ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം ഇതുപോലെ പല വീഡിയോസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന്, കാരണം എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ്, അത് നല്ലതാണെങ്കിലും മോശമായെങ്കിലും നിങ്ങളത് എഴുതി അറിയിക്കുക, കാരണം അതനുസരിച്ച് വേണം നമുക്ക് പിന്നെയും മാറ്റങ്ങൾ വരുത്താൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.